കേന്ദ്ര ബജറ്റിൽ റെയിൽവേക്ക് എന്താണ് കാത്തുവച്ചിട്ടുള്ളത് എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ. വർദ്ധിച്ചുവരുന്ന ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽ സുരക്ഷയ്ക്കായി വമ്പൻ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജൂണിൽ ഒഡീഷയിലെ ബാലസോറിൽ നടന്ന ട്രെയിൻ അപകടത്തിൽ 295 പേരുടെ ജീവൻ പൊലിഞ്ഞത് വലിയ വിമർശനങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. അടിക്കടിയുണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ റെയിൽവേ വികസനത്തിന് തിരിച്ചടിയാണെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം. അതുകൊണ്ടുതന്നെ നവീകരണത്തോടൊപ്പം റെയിൽ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കവച് സംവിധാനം വ്യാപിപ്പിക്കാനും സിഗ്നലിംഗ് ശക്തമാക്കാനും കൂടുതൽ തുക വകയിരുത്തിയേക്കും. ലോക്കോ പൈലറ്റുമാരുടെ ക്ഷാമം പലപ്പോഴും അധിക ജോലിയിലേക്കും അപകടങ്ങളിലേക്കും നയിക്കുന്നുവെന്ന വിലയിരുത്തലുകളുമുണ്ടായിരുന്നു. 18,000 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരെ നിയമിക്കുമെന്ന പ്രഖ്യാപനവും വന്നിരുന്നു. ഇതിനായി ശമ്പളം, പെൻഷൻ ചെലവുകൾക്കുള്ള വിഹിതവും ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. വെയിറ്റിംഗ് ലിസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അധിക സർവീസുകൾക്കായി വലിയൊരു തുക മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. കോവിഡ് കാലത്ത് മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ ഇളവ് പിൻവലിച്ചിരുന്നു. ഇതിൽ ചെറിയൊരു ആശ്വാസം നൽകാനും ധനമന്ത്രി തയ്യാറായേക്കും. 11 ലക്ഷം കോടിയുടെ റെയിൽ ഇടനാഴി പദ്ധതികൾക്കായുള്ള വിശദാംശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. മെട്രോ നെറ്റ്വർക്ക്, നമോ ഭാരത് കോറിഡോർ, വന്ദേഭാരത് ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, ഹൈസ്പീഡ് കോറിഡോർ വികസനം, ഇക്കണോമിക് കോറിഡോർ എന്നിവയും അജണ്ടയിലുണ്ട്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷന് കൂടുതൽ വിഹിതം നൽകും. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ പുതിയ ട്രാക്ക് നിർമ്മാണം, ബുള്ളറ്റ് ട്രെയിൻ, മെട്രോ റെയിൽ വികസനം, പാളങ്ങളുടെ അറ്റകുറ്റപ്പണി, റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കൽ എന്നിവയൊക്കെ ധനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിലുണ്ട്. ഫൈനാൻഷ്യൽ ഡെസ്ക് 24.